നിങ്ങളൊരു സാധാരണ ചപ്പാത്തി ഇമാജിൻ ചെയ്യൂ. നിങ്ങളത് സാധാരണ ഒരു ദിവസത്തെ പോലെ തന്നെ കഴിക്കുന്നു, ഒരു സംശയവുമില്ലാതെ. പക്ഷേ ആ ചപ്പാത്തിക്കുള്ളിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് പതുക്കെ കയറുന്നു. ഞാൻ ഈ പറയുന്നത് ഒരു സിനിമയുടെയോ ഒരു ഫിക്ഷൻ സ്റ്റോറിയുടെയോ കഥയല്ല. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. സയൻസിന്റെ പേരിൽ മനുഷ്യരെ അവരറിയാതെ ഉപയോഗിച്ച ഒരു സംഭവം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഒരു ഹിഡൻ ചാപ്റ്ററിലേക്കാണ്. പലർക്കും അറിയാത്ത പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയിലേക്ക്. ബ്രിട്ടനിൽ ഒരിക്കൽ 21 ഇന്ത്യൻ വനിതകളെ അവരറിയാതെ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമാക്കി തീർക്കുന്നു. അവർക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല. അവർ ഡോക്ടേഴ്സിനെ വിശ്വസിച്ചു, സിസ്റ്റത്തെ വിശ്വസിച്ചു. പക്ഷേ ആ വിശ്വാസം അവർ മിസ്യൂസ് ചെയ്തു. ഇതൊരു എക്സ്പെരിമെന്റ് മാത്രമല്ല, ഇത് എത്തിക്സ്, സയൻസ്, ഹ്യൂമാനിറ്റി എല്ലാം ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. 1960കളിൽ ഇന്ത്യയിൽ നിന്നും പലരും ഒരു നല്ല ജീവിതത്തിനായി ബ്രിട്ടനിലേക്ക് കുടിയേറുമായിരുന്നു. നല്ല ജോലി, കൂടുതൽ വരുമാനം, സുരക്ഷിതമായ ഭാവി, ഇതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നത്. സ്വന്തം നാടും കുടുംബവും വിട്ട് പുതിയ ഒരു രാജ്യത്തിലേക്ക് പോകുന്നത് എളുപ്പമായിരുന്നില്ല. അവരിൽ ചിലർ കൊവൻട്രി എന്ന നഗരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. പുതിയ രാജ്യം, പുതിയ സംസ്കാരം, പുതിയ ആളുകൾ, എല്ലാം വ്യത്യസ്തമായിരുന്നു. ഭാഷ അറിയാത്തത് വലിയൊരു പ്രശ്നമായിരുന്നു. ജോലി കണ്ടെത്താനും സ്ഥിരത കൈവരിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ എല്ലാ പ്രശ്നങ്ങളുടെയും ഇടയിൽ ആരോഗ്യ പ്രശ്നങ്ങളും അവർക്ക് വരാൻ ആരംഭിച്ചു. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകളിൽ രക്തക്ഷയം വളരെ സാധാരണയായിരുന്നു. ശരീരത്തിൽ ഇരുമ്പ് കുറയുന്നത് കാരണം അവർക്ക് സ്ഥിരമായി തളർച്ചയും ക്ഷീണവും അനുഭവപ്പെട്ടു. ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ബുദ്ധിമുട്ടുണ്ടായി. ഡോക്ടർമാർക്കും ഗവേഷകർക്കും ഇതൊരു പ്രധാന ആരോഗ്യ പ്രശ്നമായി തോന്നി. അതിൻ്റെ കാരണം കണ്ടെത്താനും പരിഹാരം കണ്ടെത്താനും അവർ ശ്രമിച്ചു. അതിനോടൊപ്പം ഇതൊരു ഗവേഷണ അവസരമായി അവർ കണ്ടു. ഈ പ്രശ്നം പഠിക്കാൻ ഗവേഷകർ ഒരു പദ്ധതി തയ്യാറാക്കി. ശരീരത്തിൽ ഇരുമ്പ് എങ്ങനെയാണ് ആഗിരണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് അവരുടെ ലക്ഷ്യം. സാധാരണ പരിശോധനകൾ ഉപയോഗിച്ച് ഇത് കൃത്യമായി കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഒരു പ്രത്യേക രീതി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. റേഡിയോ ആക്റ്റീവ് ട്രേസിംഗ്. അയൺ 59 എന്ന റേഡിയോ ആക്റ്റീവ് ഘടകം ഉപയോഗിച്ച് ശരീരത്തിനുള്ളിൽ ഇരുമ്പിൻ്റെ സഞ്ചാരം കണ്ടെത്താൻ കഴിയും. ഈ രീതി പുതിയതൊന്നുമായിരുന്നില്ല. ഇതിനു മുമ്പ് തന്നെ പല ആശുപത്രികളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഇത് സുരക്ഷിതമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ടായിരുന്നു. രോഗികൾക്ക് എല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു, അവരുടെ സമ്മതം എടുത്തിരുന്നു. ഇവിടെ അവർ അന്വേഷിച്ചത് ഒരു പുതിയ ചോദ്യത്തിന് ഉത്തരമായിരുന്നു. സൗത്ത് ഏഷ്യൻ സ്ത്രീകളുടെ ശരീരത്തിൽ ഇരുമ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു? പക്ഷേ പ്രശ്നം അവർ അത് ഉപയോഗിച്ച രീതിയാണ്. പങ്കെടുത്തവർക്ക് യഥാർത്ഥ വിവരങ്ങൾ മുഴുവനായി പറഞ്ഞില്ല. അപകട സാധ്യതകൾ വിശദീകരിച്ചില്ല. ശരിയായ സമ്മതം പോലും എടുത്തില്ല. ഇതാണ് പിന്നീട് വലിയ വിവാദത്തിന് കാരണമായത്. 21 സ്ത്രീകൾ, സാധാരണ ജീവിതം നയിക്കുന്നവർ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയാതെ ഈ പരീക്ഷണത്തിന് ഭാഗമാകുന്നു. അവർക്ക് ഭക്ഷണം നൽകി. ചപ്പാത്തി. അതൊരു സാധാരണ ഭക്ഷണമായിരുന്നു. രൂപത്തിൽ മാറ്റമില്ല, രുചിയിൽ മാറ്റമില്ല, ഒന്നും സംശയിക്കാൻ കാര്യമില്ല. അവർ അത് സാധാരണ പോലെ തന്നെ കഴിച്ചു. പക്ഷേ ആ ചപ്പാത്തിയുടെ ഉള്ളിൽ അയൺ 59 എന്ന റേഡിയോ ആക്റ്റീവ് ഘടകം ഉണ്ടായിരുന്നു. അത് കാണാനാവില്ല, പക്ഷേ അത് അവരുടെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങി. അത് രക്തത്തിലൂടെ സഞ്ചരിച്ചു. അവരുടെ ശരീരത്തിൽ ഇരുമ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്താൻ ഉപയോഗിച്ചു. ഓരോ മാറ്റവും ഗവേഷകർ രേഖപ്പെടുത്തി. പക്ഷേ ഈ സ്ത്രീകൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായിരുന്നു. ഇതാണ് ഈ കഥയുടെ ഏറ്റവും ആശങ്കാജനകമായ ഭാഗം. ഈ സംഭവം ഏറ്റവും വേദനാജനകമാകുന്നത് വിശ്വാസം കൊണ്ടാണ്. ഈ സ്ത്രീകൾ ഡോക്ടർമാരെ വിശ്വസിച്ചു. അവർ ഇത് ഒരു ചികിത്സയാണെന്ന് തോന്നി. പക്ഷേ സത്യം മറച്ചു വെക്കപ്പെട്ടു. അപകട സാധ്യതകൾ പറഞ്ഞില്ല, വിശദീകരണം നൽകിയില്ല, ശരിയായ സമ്മതം എടുത്തില്ല. ഭാഷ അറിയാത്തത് അവരെ കൂടുതൽ ബലഹീനരാക്കി. അവർക്ക് എന്താണ് നടക്കുന്നത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതൊരു ചെറിയ പിഴവല്ല, ഇത് ഒരു വലിയ നൈതിക പരാജയമാണ്. മനുഷ്യാവകാശ ലംഘനമാണ്. അവരുടെ വിശ്വാസം ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു സംഭവമാണിത്. ശാസ്ത്രജ്ഞർ പറഞ്ഞത് റേഡിയേഷൻ വളരെ കുറവായിരുന്നു എന്നാണ്. അതിനാൽ ഉടൻ അപകടമില്ലെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ദീർഘകാല ഫലങ്ങൾ എന്തായിരുന്നു? ഈ സ്ത്രീകളെ പിന്നീട് പരിശോധിച്ചോ?
അവരുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചോ? ഇതിന് വ്യക്തമായ ഉത്തരങ്ങളില്ല. പല വിവരങ്ങളും അപൂർണമാണ്. ചിലത് ലഭ്യമല്ല. അവർക്ക് പിന്നീട് സഹായം ലഭിച്ചോ? ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തോ? ഇതെല്ലാം ഇന്നും ചോദ്യം തന്നെയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ഈ സംഭവം പുറത്തു വന്നു. ഒരു ഡോക്യുമെൻ്ററി ഇത് ലോകത്തിന് മുന്നിലെത്തിച്ചു. ആളുകൾ അത് കണ്ട് ഞെട്ടി. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം ഉയർന്നു. മനുഷ്യാവകാശ ലംഘനമെന്ന് പലരും ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ടു. ഇത് ഒരു വലിയ മെഡിക്കൽ വിവാദമായി മാറി. ശാസ്ത്രം വളരുന്നത് ആവശ്യമാണ്, പക്ഷേ അത് മനുഷ്യരുടെ അവകാശങ്ങളെ മറികടക്കരുത്. സമ്മതം എന്നത് ഒരു ഒപ്പല്ല, അത് മനസ്സിലാക്കലാണ്. ഒരു മനുഷ്യന് പൂർണ്ണമായി അറിയിച്ച ശേഷം സമ്മതം നൽകണം. അതില്ലെങ്കിൽ അത് പരീക്ഷണമല്ല, ദുരുപയോഗമാണ്. ഇതാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. 21 സ്ത്രീകൾ. അവരുടെ കഥ ഇന്നും പൂർണ്ണമായിട്ടില്ല, പക്ഷേ അവരുടെ അനുഭവം നമ്മളെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. മനുഷ്യജീവിതം ഒരു പരീക്ഷണ ഉപകരണമല്ല, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ കഥ നമ്മൾ മറക്കരുത്, കാരണം മറന്നാൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കും.